ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായും തോന്നുന്നു നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് വന്നിട്ട് ഇതുപോലെ ഇൻട്രോ ഒക്കെ എടുത്തിട്ട്. അപ്പോഴ് ഇന്ന് ഞാൻ വിചാരിച്ചു, എനിക്ക് സത്യം പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കുന്നതൊക്കെ മടി പിടിച്ചൊരു കാര്യം വേറെ ഇല്ല കേട്ടോ. പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പുറത്ത് നോയിസോ അല്ലെങ്കിൽ ഇതുപോലെ പാട്ടോ കാര്യങ്ങളോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലും കാണും. അതുപോലെ അല്ലെങ്കിൽ വേറെ വല്ല ബഹളോ കാര്യങ്ങളോ ഉള്ളപ്പോഴത്തേക്കായിരിക്കും ഞാൻ ഇതുപോലെ വോയിസ് ഓവറൊക്കെ കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഇൻട്രോ ഫേസ് ടു ഫേസ് വന്നിട്ട് നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു മാസമായിട്ട് കല്യാണത്തിൻ്റെ കാര്യങ്ങളും തിരക്കുകളൊക്കെ ആയിട്ട് നല്ലോണം തിരക്കായിരുന്നു കേട്ടോ. ഇപ്പോഴും തിരക്കാണോന്ന് വെച്ചാൽ അതെ, കുറച്ചൊക്കെ തിരക്കാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അപ്പോഴേ ഷോർട്ട് വീഡിയോസൊക്കെ വന്നിട്ടുള്ളൂ. ഞാൻ കല്യാണത്തിൻ്റെ കുറേ വീഡിയോസ് പെൻഡിങ് ആണ്. അത് കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ വേറെയും കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ പല ഫോണിലാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പ്ലാൻ ചെയ്തതൊക്കെ കുറച്ചൊന്ന് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്ത ഫോണ്, അതായത് ഞാൻ എടുത്ത വീഡിയോ എൻ്റെ നിന്ന് കുറച്ചൊക്കെ എൻ്റെ മിസ്സായി പോയിട്ട് വേറെ ഫോണിൽ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് സോർട്ട് ചെയ്ത് എടുത്തതിന് ശേഷം വേണം ബാക്കിയൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം വെയിറ്റ് ചെയ്യുക. കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, ബാക്കി പാർട്ട് വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ കല്യാണത്തിൻ്റെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അപ്ലോഡ്, അതായത് റീൽസൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം കേട്ടോ എനിക്ക് ഇൻസ്റ്റയിൽ കുറേ മെസ്സേജൊക്കെ വരാൻ തുടങ്ങി. ചേച്ചി വീഡിയോസൊക്കെ കാണാറുണ്ട്, വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ അറിയാത്തവരൊക്കെ ഇങ്ങനെ മെസ്സേജൊക്കെ അയക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹൽദി, പ്രീ വെഡിങ് റിസപ്ഷൻ, കല്യാണം, പോസ്റ്റ് വെഡിങ് റിസപ്ഷൻ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ഒറ്റ വ്ളോഗാണ്. എല്ലാം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാരണം വീഡിയോസ് എന്ന് വെച്ചാൽ പല ഫോണിലാണ് എടുത്തത്. ഞാൻ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ പലരും വീഡിയോസൊക്കെ എടുക്കാൻ വിട്ടുപോയതുകൊണ്ട് തന്നെ പല ഫോണിലാണ് കിടക്കുന്നത്. പിന്നെ ഹൽദിയുടെ മാത്രമായിട്ടുള്ള ഒരൊറ്റ വ്ളോഗ് വരുന്നുണ്ട്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ കൊടുത്തേക്കാണ്. പുറത്താണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇനി എനിക്ക് എഡിറ്റ് ചെയ്ത് കിട്ടത്തതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വ്ളോഗിൽ ഈ ഒരു 3 ദിവസത്തെയും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഹൽദി ഡന്നാണ്. ഹൽദി ഡൺ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും, അതായത് ഞങ്ങളുടെ 2 ഫാമിലി എന്നുള്ള റിലേറ്റീവ്സും ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഫംഗ്ഷനായിരുന്നു ഹൽദി എന്ന് പറയുമ്പോഴത്തേക്ക്. ഓൾറെഡി ഞാൻ കളർ കോമ്പിനേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും അത് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. പിന്നെ മ്യൂസിക് കിടക്കുന്നുണ്ടായിരുന്നേ. കാരണം ഞാൻ മ്യൂസിക് ഇട്ടിട്ട് പിന്നെ വീഡിയോ ഇട്ടിട്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്യണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത്. അന്നേരത്തേക്ക് തന്നെ നമ്മുടെ നെയ്ബേഴ്സൊക്കെ ആ ഒരു സമയത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 7:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ ഹൽദി ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഹൽദി ഫംഗ്ഷനൊക്കെ ഏകദേശം ഒരുവിധം ആയിട്ടുണ്ട്. മധുരം വെപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ കുറേ മധുരം ഇങ്ങനെ കഴിച്ച് മത്തടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എല്ലാ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് 2 മധുരമൊക്കെ തന്നു. അതിനുശേഷം മഞ്ഞളൊക്കെ മുഖത്ത് വരെ ഇങ്ങനെ തേച്ചിട്ടുണ്ട്. മഞ്ഞളല്ല, വേറെന്തോ സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ യെല്ലോ ടിൻ്റെ ഫേസിലായിട്ടില്ലായിരുന്നേ. അങ്ങനെ ഫംഗ്ഷനൊക്കെ ഏകദേശം കഴിയാറായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൽദിയുടെ ഒരു ലോങ് വീഡിയോ ഇനി വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി ഇതൊക്കെ ഏത് കാലത്തായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എഡിറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും ലാഗ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതുവരെ കാത്തിരുന്നാൽ കല്യാണത്തിൻ്റെ കാലമൊക്കെ ഇങ്ങ് കഴിഞ്ഞു. പിന്നെ ഏതെങ്കിലും കാലത്ത് വീഡിയോ ഇടേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹൽദിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ഹൽദിയുള്ളത് ആ വീഡിയോയിൽ കാണാം കേട്ടോ. ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. അതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, മേഘയുടെ അമ്മയാണത്. അങ്ങനെ
എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ഉണ്ണിക്കുട്ടൻ്റെ സൈഡിൽ നിന്ന് റിലേറ്റീവ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പലരും ഇപ്പം മിക്കുള്ളവർക്കും മുഖപരിചയം ഉണ്ടായിരിക്കും. കാരണം ഞാൻ വീഡിയോസിലൊക്കെ കാണിക്കുന്നുണ്ട്. ഐശ്വര്യ ചേച്ചിയുടെ അമ്മ, മണിക്കുട്ടി, അമ്മുവിൻ്റെ അമ്മ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പോകാനായിട്ട് പോവാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹൽദിക്ക് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ ആ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തേക്കാം. പിന്നെ തന്നെ മിക്കീനെ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിക്കിക്കുട്ടി ഇപ്പോൾ വയനാടാണ്. ഇപ്പോൾ അവൾ അവിടെ നിന്നാണ് കേട്ടോ പഠിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഈ സംസാരിക്കുന്നതൊക്കെ എനിക്ക് അതുപോലെ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അന്നേരത്തേക്ക് മ്യൂസിക് വരുന്നത് കാരണം അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ്. കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ പാടാണല്ലോ. അങ്ങനെ അതിനുശേഷം ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. ഉണ്ണിക്കുട്ടൻ്റെ സൈഡിൽ നിന്ന് എല്ലാ റിലേറ്റീവ്സും വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇതിപ്പം രാത്രി ഒരു 10 മണി ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ. അന്നേരം സത്യം പറഞ്ഞാൽ എനിക്ക് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു കേട്ടോ. മെയിനായിട്ട് വിശപ്പില്ലായിരുന്നേ. നമ്മളെപ്പോഴും പറയും ഫുഡൊക്കെ വരുമ്പോഴത്തേക്ക് കുറേ കഴിക്കണമെന്നൊക്കെ. പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്വന്തം വീട്ടിൽ ഒരു വിശേഷം വരുമ്പം, അതല്ല സ്വന്തം കല്യാണം വരുമ്പോഴത്തേക്ക് എൻ്റെ ഒരു കാര്യം പറയാണ്, ഒട്ടും തന്നെ വിശപ്പ് കാണത്തില്ല. എനിക്ക് ഒരു 3 ദിവസം ഹൽദിയുടേതും റിസപ്ഷൻ്റെ കല്യാണത്തിൻ്റെ ഒന്നും എനിക്ക് ഒട്ടും തന്നെ വിശപ്പില്ലായിരുന്നു തന്നെ പറയാം. കാരണം ഒന്നും തന്നെ കഴിക്കാൻ അങ്ങോട്ട് തോന്നണ്ടായിരുന്നില്ല. എങ്കിലും അങ്ങ് കഴിച്ചു. ഫുഡ് വേണ്ടെന്ന് പറയെങ്കിലും എല്ലാവരും എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചു കേട്ടോ. ഫുഡ് കഴിക്കാതിരിക്കരുത്, ക്ഷീണമായി പോകുമെന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം പിന്നെ ഫോം പാർട്ടി ആയിരുന്നു. ഈ ഒരു പാട്ടൊന്നും ഇവിടെ ഇടാനേ പറ്റത്തില്ല കേട്ടോ. കോപ്പിറൈറ്റ് അടിച്ച് പണ്ടാരം അടങ്ങി പോകും. അതുകൊണ്ട് തന്നെ അതിന് ഞാൻ വോയിസ് ഓവർ കൊടുക്കണം. എങ്കിൽ പോലും ഞാൻ കുഞ്ഞു വോയിസ് ആയിട്ട് ഇവിടെ ഇടുന്നുണ്ട്. അങ്ങനെ നീണ്ട നേരത്തെ ഫോം പാർട്ടിയോട് കൂടി നമ്മുടെ ഹൽദി ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അടിച്ചു പൊളിച്ചെന്ന് തന്നെ പറയാം. കുറേ നേരം എല്ലാവരും കൂടി നിന്ന് പതയിൽ മുങ്ങി കളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ലോങ് വീഡിയോ ഇരുന്ന സമയത്ത് അതെല്ലാം കാണാം. അതിനുശേഷം ഇത് നെക്സ്റ്റ് ഡേ ആണ്. അതായത് നമ്മുടെ ഫോം പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി കിടന്നുറങ്ങി. നമ്മുടെ മെഹന്തിയൊക്കെ നന്നായിട്ട് സ്റ്റെയിൻ ആയിട്ടുണ്ട്. ഇന്ന് എൻ്റെ റിസപ്ഷൻ ആണ്, അതായത് കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ റിസപ്ഷൻ. രാവിലത്തെ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം തലേ ദിവസം ഞാനിങ്ങനെ ഓട്ടപ്പാച്ചിലായിരുന്നു. സമയത്തുള്ള ഓട്ടം എനിക്ക് പണ്ടേ പതിവാണ്. പിന്നെ ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഓഡിറ്റോറിയം എത്താനായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ പ്രീ വെഡിങ് റിസപ്ഷൻ എന്ന് പറയുന്നത്. എല്ലാവരും നേരത്തെ വന്നിട്ട് ഞങ്ങളിങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ലേറ്റ് ആവാൻ കാരണമെന്ന്. ഇടയ്ക്ക് റോഡിൽ ഏതോ തടിയുമായിട്ട് വന്ന ലോറി ബ്ലോക്കായിട്ട്, അതാണ് ഫ്രണ്ടിൽ കാണുന്നത്. നമ്മൾ കുറേ സമയം അവിടെ തന്നെ പെട്ടുപോയി. അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഓഡിറ്റോറിയത്തിൽ എത്തിയേനെ. അങ്ങനെ റെഡി ആയിട്ട് പോവാണ്. ഞങ്ങളൊരു 4 മണിയൊക്കെ ആയപ്പോഴായിട്ടാണ് കേട്ടോ റെഡി ആവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സമയമായപ്പോഴത്തേക്ക് എല്ലാം സെറ്റാക്കി. സരിത ചേച്ചി ഉണ്ടായിരുന്നു, നമ്മുടെ ആശിക്കുട്ടിൻ്റെ അമ്മയാണ് എന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. മുന്നേ തന്നെ ഞാൻ ഹെയർ സ്റ്റൈലൊക്കെ ചേച്ചിനോട് പറഞ്ഞു എനിക്ക് ഇതുപോലെ വേണം എന്നൊക്കെ. അങ്ങനെ പിന്നെ നേരെ റെഡി ആയിട്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക്. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. 3 ദിവസത്തെ ഡ്രസ്സ്, അതായത് എൻ്റെ ഹൽദി, റിസപ്ഷൻ, കല്യാണത്തിനത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റാണി പിങ്ക് ആണെന്ന് തോന്നുന്നു. റാണി പിങ്ക് തന്നെയാണ്. അങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളെ കൂടെ പാറു, അമ്മ, ശ്രുതി, ആരമൽ, ഞങ്ങൾ ഇത്രയും പേരും കൂടിയാണ് ഓഡിറ്റോറിയത്തിലേക്ക് പോയത്. റിലേറ്റീവ്സ് ഒക്കെ ഓൾറെഡി പോയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ ഫുൾ തിരക്കായിരുന്നു. വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോസ് എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ റിസപ്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് പോവാണ്. 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ റിസപ്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അന്നും ഞാൻ എൻ്റെ കുപ്പി കൈവിട്ടിട്ടില്ല. കുപ്പിയും കയ്യിലുകൊണ്ടാണ് നടക്കുന്നത്. ഫംഗ്ഷൻ കിടക്കുന്ന സമയത്ത് ഞാൻ ആ സ്റ്റേജിന്റെ സൈഡിലായിട്ട് കുപ്പി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വെള്ളം കുടിച്ചാലുള്ള ഒരു എനർജിയെ പറ്റി ഞാൻ പറയാതെ തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുന്നവർക്ക് മനസ്സിലാവും. പിന്നെ അന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഫുൾ ഒരു നിപ്പല്ലേ. അതുകൊണ്ട് തന്നെ വെള്ളം കുടിച്ചപ്പോഴത്തേക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത്രയും ഡ്രസ്സ് വിട്ട് അത്രയും നേരം ഒരേ നിപ്പ് നിന്നപ്പോഴത്തേക്ക് എന്തോ ഒരു ഇറിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഇനി നേരെ വീട്ടിലേക്ക് ചെല്ലണം. ചേച്ചിമാരാ എന്റെ അമ്മേനെ ഫോട്ടോ എനിക്ക് അച്ഛനിട്ട് കൊടുക്കണം. നമുക്ക് ഇത്ര വണ്ടി അണ്ണൻ ബൈക്കില്ലല്ലേ ഇതിലൊക്കെ ഞാൻ എന്റെ ഒറ്റ ഫോണിലും എടുത്തിട്ടില്ല ചേച്ചി. ലൈവാ അങ്ങനെ പിന്നെ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് പോവാണേ. തലേ ദിവസം ചെക്കൻ വരുന്ന ചടങ്ങൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ്. ഞാൻ സരിത കുഞ്ഞമ്മയും സെയിം കളറായിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. സെയിം കളർ സെയിം പ്രിന്റ് ആയിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ തന്നെ ഞാൻ വീട്ടിലേക്ക് പോകാനായിട്ട് പോവാണ്. ഏതാ ഫോട്ടോ എടുക്കാനാണോ അതോ വണ്ടി എടുക്കാനാണോ?
ഓഡിറ്റോറിയത്തിൽ നിന്ന് ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം എൻ്റെ ഒറ്റ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ മാക്സിമം നേരത്തെ വീട്ടിലെത്തുക, ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങുക, രാവിലെ നേരത്തെ എണീക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ കിടന്ന് ഉറങ്ങണം. അങ്ങനെ നേരെ ഓഡിറ്റോറിയത്തിൽ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ റിസപ്ഷൻ അന്നത്തെ വിശേഷങ്ങൾ. നെക്സ്റ്റ് ഡേ മോർണിംഗ് കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങി ഓഡിറ്റോറിയത്തിലോട്ട് പോവാണ് കേട്ടോ. അല്ല, ഇവിടെ വന്നിട്ട് കാര്യമില്ല. ഇവരൊക്കെ മാറിയില്ലടാ. എന്റെ കയ്യിൽ ഇല്ലടാ. സൺഗ്ലാസ് ഇല്ലല്ലോ. ഗ്ലാസ് പറഞ്ഞ വേണ്ടി വരുമോ? എന്താ പ്രശ്നം? അല്ല, വീഡിയോ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചതാ. വീഡിയോക്ക് വേണ്ടിട്ടാണെങ്കിൽ ഞാൻ കഴിച്ചെനിക്ക് ദോശ. ഞങ്ങൾക്ക് പിന്നെ ഒന്നും കിട്ടിയില്ല. എനിക്ക് സജിനേന്റെ ബുക്കിലെ കുഞ്ഞമ്മ കൊടുത്തു വിട്ടു. സജിനേന്റെ നീ വല്ലതും കഴിച്ചാ? നിന്റെ കയ്യിൽ ചന്തി പറ്റി പാറു, നീ വല്ലതും കഴിച്ചാ? ഇല്ല, ഞാനൊന്നും ഞാൻ രാവിലെ ബ്ലാക്ക് കോഫി ഇട്ട് കുടിച്ചതേ ഉള്ളൂ. നിങ്ങൾ ഒരുക്കി. പിന്നെ രാവിലെ തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ ആരൊക്കെയോ എടുത്തതാണ്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാനായിട്ട് പോണത്. അങ്ങനെ നേരെ ഓഡിറ്റോറിയത്തിലിട്ട് ബാക്കി വിശേഷങ്ങൾ. ഇനി നെക്സ്റ്റ് ആയിട്ട് എൻ്റെ എൻട്രി ആണ്. ഈ ഒരു സമയത്ത് അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന വാക്ക് ഓഫ് ദ ബ്രൈഡ് മ്യൂസിക് ആയിരുന്നു. എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ഒരു മ്യൂസിക് തന്നെ വേണം എന്നുള്ളത്. പക്ഷേ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കോപ്പിറൈറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് രാത്രി 9 മണിക്കായിരുന്നു ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. പക്ഷേ കോപ്പിറൈറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ട പാടെ ഞാൻ അപ്പോഴേ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമതൊന്നും കൂടി വോയിസ് ഓവർ എടുത്തിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ. പിന്നെ അന്നേരത്തെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു എൻട്രി സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ അന്നേരത്തെ ഒരു മൊമെൻറ്റ് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. സന്തോഷമുണ്ട്, ടെൻഷനും ഉണ്ട്, എന്താ പറയേണ്ടത്. എന്നാലും മാക്സിമം ചിരിച്ച് നന്നായിട്ട് നിൽക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷം നേരെ മണ്ഡപത്തിൽ കയറി കഴിഞ്ഞിട്ട് ഫുൾ ബ്ലാങ്ക് ആയിരുന്നേ. അന്നേരം ആരൊക്കെയോ വീഡിയോ എടുക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്കെന്നെ കണ്ണൊക്കെ ഒന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എൻ്റെ പുറത്ത് ആ ഒരു തീപ്പൊരി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇങ്ങനെ കൈ ഇങ്ങനെ പൊത്തി പിടിച്ചേക്കുവാണ് കേട്ടോ. അങ്ങനെ ഇനി നേരെ മണ്ഡപത്തിലേക്ക്. ബാക്കിയൊക്കെ നമുക്കിനി ഓരോ ക്ലിപ്സായിട്ട് കാണാം കേട്ടോ. ഇതാണ് പെട്ടെന്ന് കിട്ടുന്ന സാധനം. അതൊക്കെ പിന്നെ എടുത്തു ക്യാമറയില്. മാല ഉള്ളു, മാല ഉള്ളു. അങ്ങനെ കല്യാണം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് കരച്ചിൽ വന്നിട്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുവാണ്. ഞാൻ വിചാരിച്ച് ഞാൻ കരയുമെന്ന്, പക്ഷേ കരയാതെ പിടിച്ചെന്ന് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് ഇപ്പോൾ പൊട്ടും, ഇപ്പോൾ കരയും എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ കരഞ്ഞില്ല, കൺട്രോൾ ചെയ്ത് പിടിച്ചെന്ന് തന്നെ പറയാം കേട്ടോ. എഡിറ്റ് ചെയ്യണേ കേട്ടോ. നീ എഡിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ
കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഉണ്ണിക്കുട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുന്ന സമയത്ത് കരയുമെന്ന് വിചാരിച്ചു, പക്ഷേ കരഞ്ഞില്ല. അതും ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കരയില്ലേ, കരയാതെ നല്ല സന്തോഷത്തോടെ ഇറങ്ങാൻ പറ്റണേന്ന്. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അമ്മ എന്നോട് പറഞ്ഞതാണ് കരയരുത്, കരയാതെ നല്ല സന്തോഷത്തോടു കൂടിയാണ് ഇറങ്ങാനായിട്ട്, എല്ലാവരോടും നല്ല സന്തോഷത്തോടു കൂടി യാത്ര പറയാനെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ധൈര്യം ഞാൻ ഇങ്ങനെ മനസ്സിൽ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, കരയാതെ നല്ല സന്തോഷത്തോടെ ഇറങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷേ അതായത് നമ്മൾ ഉച്ചയ്ക്ക് സദ്യ കഴിക്കാനായിട്ട് പോകത്തില്ലേ, അന്നേരം വരെ ഞാൻ വിചാരിച്ചു ഞാൻ കരയും എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് ഇറങ്ങാൻ നേരം സത്യം പറഞ്ഞാൽ കരഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അതായത് ആ ഒരു സമയത്ത് ഞാൻ എല്ലാം മറന്ന് കരയണ്ട, നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മെയിൻ കാര്യം എടുത്ത് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അന്നേരം സത്യം പറഞ്ഞാൽ ഉള്ളിൽ നല്ല സങ്കടമുണ്ട് കേട്ടോ. വീട് വിട്ട് നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ കസിൻസും എല്ലാവരുടെ യാത്രയൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേക്കും നല്ലോണം സങ്കടം ഉണ്ടായിരുന്നു. മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഞാനങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിന്നിട്ടില്ല. ആകെ ഞാൻ ശ്രുതിയുടെ വീട്ടിലായിരിക്കും കൂടുതലും എപ്പോഴെങ്കിലും പോയി നിന്നിട്ടുള്ളത്. അത് പോയി നിന്നാൽ 2-3 ദിവസം നിന്ന് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്കല്ലേ തിരിച്ചു വരുന്നത്. അല്ലാതെ ഞാനങ്ങനെ ഹോസ്റ്റലിലോ അങ്ങനെ ഒന്നും നിന്നിട്ടില്ല. ഇത്രയും കാലം വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോഴങ്ങനെ വന്ന് പെട്ടെന്ന് പോകുമ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചു, അയ്യോ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കത്തില്ലേ. ആ ഒരു വിഷമം ശരിക്കും പറഞ്ഞാൽ എനിക്കുണ്ടായിരുന്നു. വീട് വിട്ട് പോകുന്ന ആ ഒരു സങ്കടം നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കരയാതെ പിടിച്ചു നിന്നു വേണമെങ്കിൽ പറയാം. അത്രയും നല്ല കൺട്രോൾഡായിട്ട് നല്ല സന്തോഷത്തോടെ നമ്മൾ പോകണം എന്നുള്ളൊരു ഇതിൽ എങ്ങനെ പിടിച്ചു നിന്നെന്ന് പറയാം. പിന്നെ വേറൊരു കാര്യത്തിലുള്ള സന്തോഷം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ഇനി അവരെല്ലാവരെയും കാണാൻ പറ്റുമല്ലോ. നമുക്ക് ഇന്ന് വൈകുന്നേരം തന്നെയാണ് നല്ലവാതിൽ ചടങ്ങ്, അതായത് കല്യാണം കഴിഞ്ഞിട്ടുള്ള വൈകുന്നേരത്തെ റിസപ്ഷൻ. അതിനെല്ലാവരും വരും. അന്നേരം അവരെ കാണാമല്ലോ എന്നുള്ളൊരു ചിന്ത ഉള്ളിലുണ്ടായിരുന്നോണ്ടായിരിക്കണം അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. ഇവിടെ തൊഴടേ ഓക്കെ ശ്രീകുട്ടി വരുന്നില്ലേ? ചുമ്മാ വന്നാ മതി. അങ്ങനെ പാലും പഴമൊക്കെ കഴിക്കുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് നേരെ പാർലറിലേക്ക് ഒരുങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ ഒരു 5 മണിക്ക് ആയപ്പോഴത്തേക്ക് എനിക്ക് അവിടെ എത്തണം. പക്ഷേ എന്നിട്ട് ഞാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ബ്ലൗസൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അവിടെ ചെന്നിട്ട് റെഡി ആവുക, നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോവുക. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും, അതായത് എൻ്റെ വീട്ടിൽ നിന്നുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് വരും. ഫാമിലി ഫുൾ അങ്ങോട്ടേക്ക് വരും. ഉണ്ണിക്കുട്ടൻ നാണ്ട് ഇവിടെ റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട് എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട്. റെഡി ആവുന്ന സമയത്തും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ മിസ്സിംഗ് ആയിരുന്നേ. കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ, അതായത് രാവിലത്തെ കല്യാണം കഴിഞ്ഞ ഓഡിറ്റോറിയത്തിൽ ഫോൺ വെച്ച് മറന്നു. അങ്ങനെ പിന്നെയാണ് അത് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അന്നേരം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. നേരെ ഞങ്ങൾ പാർലറിൽ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങി. ഇപ്പോൾ തന്നെ വൈകുന്നേരം റിസപ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി എത്തിയിരിക്കുകയാണ്. അന്നേരം തന്നെ ഏകദേശം കുറേ പേരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ 2 സൈഡിൽ നിന്നുള്ള റിലേറ്റീവ്സ് ഒക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും എല്ലാവരും നമ്മളവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ തന്നെ നമ്മൾ ഓഡിറ്റോറിയം എത്തി. ഇനി നേരെ അങ്ങോട്ടേക്ക് പോവാം. പിന്നെ ഈ ഒരു വൈകുന്നേരത്തെ ദിവസത്തും ഒക്കെ നമുക്കൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് ഒരു ബിഹൈൻഡ് ദ സീൻസ് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അങ്ങനെ വേണ്ട എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് സുന്ദരികളായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ അന്ന് തന്നെ നമ്മുടെ ശ്രീകുട്ടിയുടെയും മേഘയുടെയും വക പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എൻ്റെ ഫാമിലിയിൽ നിന്ന് വന്ന എല്ലാ റിലേറ്റീവ്സും ഇവിടെ എത്തിയിട്ടുണ്ട്. അന്നേരം ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയ്ക്കൊരു സംഭവം നടന്നു. വേറൊന്നുമല്ല, അവിടെ റെഡി ആയിട്ട് ഇങ്ങനെ നിന്ന് എല്ലാവരും വന്ന് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടപ്പോഴത്തേക്ക് പോയി. അന്നേരമാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ദിവസം അത്രയും നേരം കരയാതെ പിടിച്ചു നിന്നിട്ട് അവരെല്ലാവരും കൂടി കണ്ടപ്പോഴത്തേക്ക് അങ്ങ് പൊട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ വീഡിയോ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഞാൻ കരഞ്ഞൊരു പരിവായിട്ടുണ്ടായിരുന്നേ. കുഞ്ഞമ്മയൊക്കെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു സത്യം പറഞ്ഞാൽ. അമ്മയും അച്ഛനും എല്ലാവരും കൂടി കണ്ടപ്പോഴത്തേക്ക് അവരിനി എന്നെ ഇവിടെ ആക്കിയിട്ട് പോവുകയാണല്ലോ. അപ്പോൾ അതുകൂടി ആലോചിച്ചപ്പം എനിക്ക് അന്നേരം പറയാതിരിക്കുന്നത് ഭയങ്കര സങ്കടമായിരുന്നു. അതിനുശേഷം പിന്നെ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് എന്നിട്ട് രാത്രി വീടെത്തിയപ്പോഴത്തേക്ക് അന്നേരവും കരച്ചിലായിരുന്നു. അന്ന് സത്യം തന്നെ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. വീട് വിട്ട് വന്ന് മാറി നിൽക്കുമല്ലേ ആദ്യമായിട്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു സങ്കടം നല്ല രീതിയിലുണ്ടായിരുന്നു. ഉച്ചയ്ക്കൊക്കെ കരയാതെ പിടിച്ചു നിന്നിട്ട് വൈകുന്നേരമാണ് സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും വന്നു, ഇനി നാളെ വീട്ടിലേക്ക് വരാമല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ആശ്വസിപ്പിച്ചു. കാരണം പിറ്റേ ദിവസമാണ് നമുക്ക് വീട്ടിലേക്ക് പോകുന്ന ചടങ്ങ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലോങ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോഴതൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ എല്ലാം കഴിഞ്ഞു. കല്യാണം ഫുൾ കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിൻ്റെയൊക്കെ വീഡിയോ, അതായത് നമ്മുടെ വീഡിയോഗ്രാഫേഴ്സ് എടുത്ത വീഡിയോസ് കിട്ടാനുണ്ട്. അത് കിട്ടിയതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. പിന്നെ മ്യൂസിക്കിൻ്റെ ഒരു പ്രശ്നം വരും. അത് നമുക്ക് ഒറിജിനൽ മ്യൂസിക്കായിട്ട് തന്നെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കോപ്പിറൈറ്റ് ഒരു പ്രശ്നമാണ്. ഇനി എന്തെന്ന് പറഞ്ഞാലും അപ്പോൾ എന്തായാലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടേക്കാം. അങ്ങനെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളെല്ലാം ഇതോടുകൂടി കഴിയാണ്. ഇപ്പോൾ വീഡിയോസ് ഇത്രയും ലാഗാവാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ വീഡിയോസ് പല ഫോണിലായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ അതെല്ലാം സോർട്ട് ചെയ്തെടുത്ത് എഡിറ്റ് ചെയ്യാനായിട്ട് ഇത്രയും താമസം വന്നെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കുറേ വരാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യുക. എല്ലാ ദിവസവും രാത്രി 9 മണിക്കായിരിക്കും ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുള്ളത്. ഇൻസ്റ്റഗ്രാമിലും രാത്രി 9 മണിക്കാണ് കേട്ടോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.